ദുരന്തം വയനാടിനെ ഗ്രസിച്ചതിന് ശേഷം ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞു. ഇപ്പോൾ സാധാരണഗതിയിൽ ഇത്രത്തോളം വലിയ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റിലുണ്ടായാലും ശരി, അവിടെ സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഒരു സഹായധനം ഇൻ്ററിമായിട്ടെങ്കിലും പ്രഖ്യാപിക്കുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ ഇതുവരെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഒന്നുമില്ല. ഇഷ്ടം പോലെ വാരിക്കോരി തരും എന്ന് 1-2 പേര് പറയുന്നുണ്ട് കേട്ടോ. അത് പറച്ചിൽ മാത്രമേ ഉള്ളൂ. ശരിക്കും കിട്ടും എന്നുള്ളത് ശരിക്കും കിട്ടിയിട്ടുണ്ട് കേരളത്തിന് എന്ന് പറഞ്ഞ പോലെ ഉള്ളത്. ഇവിടെ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിച്ചു. പ്രധാനമന്ത്രി ഈ ദുരന്ത മേഖല സന്ദർശിക്കണമെങ്കിൽ ആ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയാണെന്നുള്ളതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ പോയി ആ ഒരു ദുരന്ത സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത്രത്തോളം വലിയ വ്യാപ്തി അതിനുണ്ട് എന്നുള്ളത് ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. പക്ഷെ അദ്ദേഹം വന്നതിന് ശേഷം വന്നിട്ട് മടങ്ങിപ്പോയി. വന്ന് ഈ ഇവിടെ കാര്യങ്ങളുമൊക്കെ നടത്തി ഫോട്ടോയും ഒക്കെ എടുത്ത് പോയതല്ലാതെ വേറെ ഒരു പ്രഖ്യാപനം ഇതുവരെ കണ്ടില്ല. അതിന് ഇവിടെ ഭരിക്കുന്നത് ഈ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആയതുകൊണ്ടായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവേണ്ട കാര്യമില്ല. സെൻട്രൽ ഗവൺമെൻറ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, CPM-ഓ BJP-യോ കോൺഗ്രസോ ആര് ഭരിച്ചാലും ഇവിടെ ദുരന്തം ഉണ്ടായത് മനുഷ്യർക്കാണ് എന്നൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് മനുഷ്യർക്ക് ആശ്വാസം കൊടുക്കുന്നതാണ് മനുഷ്യത്വം. അതില്ലാതാകരുത് ഒരു സർക്കാരിനും. അപ്പോൾ അത് വേറൊരു പാർട്ടി ഭരിക്കുന്നു, അവരുടെ എതിർ പാർട്ടി ഭരിക്കുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇവിടെ ഈ പാവങ്ങൾക്ക് കിട്ടാനുള്ള സഹായധനമൊന്നും കിട്ടാതെ പോകരുത്. അതേ ഞാൻ പറയുന്നു. ഗവൺമെന്റിന് അതുപോലുള്ള സഹായം വേണം. ഇല്ലെങ്കിൽ ഇതൊന്നും കോർഡിനേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം അവിടെ നിസ്സഹായരായി പകച്ചു നിൽക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. അവരെ പോയി ആശ്വസിപ്പിക്കുകയോ അവരെ തലോടുകയോ ചെയ്തുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. പറഞ്ഞ ആശ്വാസം വാക്കുകൾക്ക് വലിയ കാര്യമൊന്നുമില്ല. വാക്കുകൾ വായുവിൽ അലിഞ്ഞു പോകും. നേരെ മറിച്ച് പ്രവൃത്തിയാണ് വേണ്ടത്. അപ്പോൾ ഈ സഹായം എല്ലാവർക്കും തരും, പണത്തിൻ്റെ കുഴപ്പം കൊണ്ടൊരു ബുദ്ധിമുട്ടും വരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടായില്ല. പണം കൊടുക്കണം. ഇതുവരെ ഒന്നും കൊടുത്ത് കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഇതിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടുത്തെ ഖജനാവെന്ന് പറയുന്നത് ശൂന്യമാണ്. അത് പിടിപ്പുകേട് കൊണ്ടൊക്കെ തന്നെ ഉണ്ടായതാണ്. പക്ഷേ അത് ഇപ്പം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ ഖജനാവിൽ എന്തെങ്കിലും വേണം. അതുകൊണ്ട് ഇങ്ങനൊരു ക്രൈസിസ് ഉണ്ടാവുമ്പോൾ അതിൻ്റെ മാനേജ്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് നിർബന്ധമായിട്ടും സെൻട്രൽ ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത് അടിയന്തരമായിട്ട് ഇത്രയെങ്കിലും ഒരു സഹായം, ഒരു ഇൻ്ററിം റിലീഫായിട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ഞങ്ങൾ പഠിച്ചതിന് ശേഷം പ്രഖ്യാപിക്കുക എന്നെങ്കിലും പറയാം. ഇതൊന്നുമില്ല. ഇതുവരെ ഒന്നും പറയുന്നില്ല, ഒന്നുമില്ല. ശരിക്കും കിട്ടും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും കിട്ടും ചിലപ്പോൾ എന്നാ എനിക്ക് തോന്നുന്നു. അല്ലാതെ ഇനി ഒന്നും പ്രത്യേകിച്ചൊന്നും ഇവിടെ കൊടുക്കുന്നതായിട്ട് എനിക്ക് കണ്ടതായിട്ട് തോന്നുന്നില്ല. ഇനി ആരെയും കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയുന്ന മാതിരി ഇത് കുറേ നാൾ കഴിയുമ്പോൾ ഇത് എല്ലാ ദുരന്തവും ആളുകളും മറക്കും. ഇവിടെ ഓഖി ഉണ്ടായി, അതിനുശേഷം സുനാമി വന്നു. ഈ സുനാമിക്ക് ശേഷം വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളപ്പൊക്കം പല പ്രാവശ്യം ഉണ്ടായി. ഇപ്പോൾ ഇതേപോലുള്ള ഒരു ഉരുളുപൊട്ടൽ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. ഇത്രത്തോളം ഏതാണ്ട് 700 പേര് അതിനടിയിൽ പോയതാണ്. ഛിന്ന ഭിന്നമായി കിടക്കുന്ന ശരീരങ്ങൾ കേട്ടോ. ഇപ്പോഴും അതിൻ്റെ അവശേഷങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള അത് എത്ര പേരുണ്ടെന്ന് പോലും ഒരു കണക്കില്ല. ആ രീതിയിൽ ഉള്ള ഒരു ദുരന്തം ഉണ്ടായിട്ട് അതിനൊരു ശരിയായ രീതിയിലുള്ള ഒരു ധനസഹായം അത് നിർബന്ധമായിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സെൻട്രൽ ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. ഇത് കൊടുക്കണം. അതൊന്നും ചെയ്ത് കണ്ടില്ല. ഇനി ചെയ്യുമായിരിക്കാം, പക്ഷേ എന്നെങ്കിലും കിട്ടിയോണ്ട് കാര്യമുണ്ടോ? അപ്പോൾ കരയുന്ന കുഞ്ഞിന് ആ സമയത്ത് ആഹാരം കൊടുക്കണം. അല്ലാതെ ആ കരച്ചിലുമൊക്കെ നിന്ന് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇന്നാൾ കരഞ്ഞതിനാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊടുക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? നിർബന്ധമായിട്ടും സെൻട്രൽ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇതാണ്. ഇവിടുത്തെ മന്ത്രിമാരുണ്ടല്ലോ, 2 പേര് BJP-യുടെ മന്ത്രിമാരായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോയിട്ടുണ്ടല്ലോ. അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വാധീനം ചെലുത്തി നിർബന്ധമായിട്ടും എത്രയും പെട്ടെന്ന് ഒരു വലിയ ധനസഹായം തന്നെ കേരളത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് കൊടുപ്പിക്കണം. അതാ ചെയ്യേണ്ടത്.
അല്ലാതെ ഇറങ്ങി വാചം അടിച്ചോണ്ടോ ഒന്നും കാര്യമില്ല കേട്ടോ. വളരെ ദുരന്തമാണ്, അതാണ് ഇതാണ് ഇതൊന്നും പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഇത് കൊടുക്കാനുള്ളത് കൊടുക്കണം ഉടനടി. അത് എത്രയും പെട്ടെന്ന് സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെ ധനസഹായം പ്രഖ്യാപിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.